വിശേഷത്തിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ചലഞ്ച്. ഇതിനെ കുരിശിക്കായ എന്ന് പറയും. ഇതിന്. ഇത് വള്ളിയോടെ പറിച്ചെടുത്തു ഞങ്ങളിപ്പോൾ. ഇനി ഇതിൻ്റെ കായ തന്നെ പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ കായ ഇങ്ങനെ പറിച്ചെല്ലാം ഒരു കൊട്ടയിലേക്ക് ഇടും. എന്നിട്ട് ഇത് പൊട്ടിക്കും. ഒരു കല്ല് വെച്ച് കുത്തി പൊട്ടിക്കും. കയ്പ്പാണ്, കയ്പ്പിക്ക പോലെ, പാവയ്ക്ക പോലെ കയ്പ്പാണിത്. ഇത് നന്നായി പൊട്ടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടും. പാത്രത്തിൽ ഇട്ട് കഴുകി ഒരു 5-6 പ്രാവശ്യമെങ്കിലും കഴുകണം, എന്നാലേ അതിൻ്റെ കയ്പ്പ് മാറുള്ളൂ. ഇത് ഞങ്ങൾ ഉപ്പേരി വെക്കും. പ്രഷറിനൊക്കെ നല്ലതായത്. പ്രഷറിനൊക്കെ നല്ലതായിട്ടോ ഇത് കഴിച്ചാൽ. പിന്നെ ഞങ്ങൾ ഇത് തോരൻ വെക്കും. തോരൻ വെക്കുന്നത് എങ്ങനെയാ വെച്ചാൽ തേങ്ങ ഇടും, പച്ചമുളക്, തേങ്ങ, ഉള്ളി എല്ലാം ഇട്ട് കുഴച്ച് കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇടും. കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഉപ്പേരി പോലെ നമ്മൾ വേറുള്ള സാധനങ്ങളൊക്കെ ഉപ്പേരി വെക്കുന്നില്ല, അതുപോലെ തന്നെ ഈ സാധനം കുറേ ഉണ്ടാവും. വളർന്ന് മുകളിലെത്തും. മരത്തിൻ്റെ ഒക്കെ മുകളിൽ നിന്ന് ഞങ്ങൾ തോട്ടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത് ഇത്രയും കിട്ടി. വലിച്ചെടുത്തിട്ടാണ് ഇതേ മരത്തിന്റെ മുകളിലേക്ക് പോയിരിക്കും. ഇത് കിട്ടാൻ പ്രയാസമാണ്. ഒരു കവടിയുള്ള കോല് കിട്ടണം. വലിച്ചു വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വടിയൊന്നും വരും. ഉറുമ്പുണ്ട് ഇവിടെ. ഇതുണ്ട്. ഇത് പറിച്ചെടുക്കുന്നത്. ഉറുമ്പൊക്കെ കടിച്ച് പിടിച്ച് നിൽക്കും ഉറുമ്പ്. എന്നിട്ട് ഞങ്ങളൊരു സ്ഥലത്തിൽ കൊണ്ടുപോയിട്ട് ഇത് ഒരുക്കിയെടുത്ത് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു കല്ലെടുത്ത് അത് കുത്തി അതിൻ്റെ കായൊക്കെ തെറിപ്പിച്ച് പിന്നെ ഞങ്ങൾ കഴുകാൻ പോകും. നല്ലപോലെ കഴുകി അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴിയാൽ വേഗം അതിൻ്റെ കയ്പ്പൊക്കെ മാറും. ലേശം ഉപ്പിട്ട് കഴിയാൽ കയ്പ്പ് മാറും. ഇത് നന്നായിട്ട് കഴുകണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് പോയിട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര കയ്പ്പായിരിക്കും. ഇതിൻ്റെ ഒരു പത പോലൊരു ഇതുണ്ട്. അതൊക്കെ നന്നായി പോക്കിയാൽ കഴിക്കാൻ പറ്റില്ല. എവിടെ ഇവിടെ ഉണ്ട്, താഴെയുണ്ട് ഒരെണ്ണം. അത് പകർന്ന വള്ളിക്ക് കഴിഞ്ഞോ? കുറച്ചുള്ളി കൂടെ ഇനി പറിക്കാൻ പോകണേ. അത് തണലിൽ നിന്നിട്ട് പറിച്ചെടുക്കണം. അത് ഉപ്പുണ്ടെങ്കിൽ പോകും. പഴയ വീട്ടിൽ തുളസി ഉണ്ടോ? നല്ല തുളസി വീട്ടിലുള്ളത് ഐശ്വര്യം എന്നല്ലേ പറയുന്നത്. ഇതാണ്ട് നല്ല തുളസി. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് എടുത്ത് കളിയല്ലേ. ഇങ്ങോട്ട് വന്നേ, അതിന് പാമ്പുണ്ടാകും. ഇങ്ങോട്ട് വാ. അവിടെ സൗകര്യമുണ്ടല്ലോ ഇവിടെ. കൊച്ചുങ്ങളെ ഇങ്ങോട്ട് വന്നേടി. അവിടെ വെയില. അവിടെ നിന്നും പറിക്കാൻ പോവുകയാണേ. കായ് വേഗം പറിക്കേ. എന്തൊരു ചൂടാ. ഭയങ്കര വെയിലാണ്. ഇനി ഞങ്ങൾ ഇതൊന്ന് പറിച്ചെടുക്കട്ടെ. പറിക്കാൻ വലിയ പണിയൊന്നുമില്ല. ഇത് കാട്ടുന്ന പറിച്ചെടുക്കാനാണ് പണി. കായ ഇങ്ങനെ വലിയ കായായതുകൊണ്ട് പറിച്ചെടുക്കാം. വലിയ കായ് ചെറിയ കായ് എല്ലാം ഉണ്ട്, അടകൂടുണ്ട്. പറിക്കണം. ഇത് പൊട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു കല്ലെടുത്ത്
ചതച്ച് പ്രഷറിനും ഷുഗറിനും ഒക്കെ നല്ലതാണ് ഈ കായ്. പ്രഷറിന് നല്ല സാധനമാണിത്. പ്രഷറുള്ളവർക്ക് കഴിച്ചാൽ കുറയുന്ന പറയുന്നത്, പഴമക്കാർ പറയുന്നതാണ്. ഇതൊരു പേരയ്ക്ക് തോന്നുന്നുണ്ട്. പേര് കഴിക്കാൻ വെച്ച് കാട്ടുകായി കഴിക്കാനുള്ളത് മതി. എന്തൊരു ചൂടാണ്. പറിച്ചെടുക്കട്ടെ. വെയിലും ചൂടും കൊണ്ടിട്ട് പറിക്കണം, എന്നാലേ നമുക്ക് പിന്നെ കറി വെക്കാൻ കിട്ടുള്ളൂ, ഉപ്പേരിയൊക്കെ വെക്കാൻ പറഞ്ഞത്. ഇതിഞ്ഞ് രാത്രിക്കൊക്കെ പറ്റുള്ളൂ. രാത്രി ഇത് വെള്ളത്തിൽ കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ വെക്കണം. കഴുകിയാൽ വേഗം കഴുകിയെടുക്കാം. വേഗം നല്ലതുപോലെ തിരിഞ്ഞ്. പാവയ്ക്കേൻ്റെ കയ്പുണ്ട്. പാവയ്ക്കേനേക്കാളും കയ്പുണ്ടെന്നാണ് തോന്നുന്നത്. കഴിച്ചിട്ടില്ല ഇതുവരെ. അല്ല കഴിക്കാത്ത പോലെയാ പറയുന്നത്. അങ്ങനെ അല്ലടി, രണ്ടും ഒരേ ടൈപ്പ് പോലത്തെ കയ്പാ. പാവയ്ക്കേനേക്കാളും കയ്പുണ്ട്. കുറേ വെച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ കുറേ പിന്നെ അധികമൊന്നും വെച്ചിട്ടില്ല. അത് നന്നായിട്ട് തിരുമ്പി നന്നായിട്ട് കഴുകിയാൽ വേഗം കയ്പൊക്കെ പോയി കിട്ടും. ഇപ്പം നമ്മുടെ പേര് വെക്കാൻ നല്ല. ഇത് വേലിയിലാണ് അധികം ഉണ്ടാകുന്നത്. അത് ഞങ്ങൾ പറയുന്നത് ഇതിനെ വേലിക്കായ എന്ന് പറയും കേട്ടോ. വേലിക്കായ എടുത്ത് പറയും. ഇത് മറ്റുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കുരിശിക്കായ എന്ന് പറയും. ഇതിൻ്റെ ഉള്ളിലെ വിത്ത് കുരിശ് പോലെയാണ്. ഇതിൻ്റെ വിത്ത് കുരിശ് പോലെയാണ്. അതുകൊണ്ടാണ് കുരിശിക്കായ എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇത് വേലിയിലാണ് അധികം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഭാഷയിൽ ഇത് വേലിക്കായി എന്ന് പറയും. വേലിക്കായ എന്ന് പറയും. കിട്ടിട്ടുള്ളൂ കേട്ടോ. ഒരാൾക്ക് ഉപ്പേരി വെക്കാനുള്ളത് കിട്ടി. ചെറിയ കുടുംബമായതുകൊണ്ട് ഇത്ര മതി. അധികം പറിച്ചിട്ട് അധികം ആരും കൂട്ടലില്ല. പണ്ടത്തെ പോലെ കൂട്ടുകുടുംബമല്ലല്ലോ, ചെറിയ കുടുംബമല്ല. അതുകൊണ്ട് ഇത്രയൊക്കെ മതി. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നും വലിയ ഇഷ്ടമൊന്നും അല്ല. ഞങ്ങളെ സ്ഥലത്താണ് ഇത് ഇഷ്ടം. മക്കൾക്കൊന്നും ഇത് ഇഷ്ടമല്ല. പിന്നെ ഞങ്ങള് ഈ കുത്തരി കൊണ്ട് പിന്നെ വെള്ളക്കഞ്ഞി വെക്കൂലേ, വെള്ളക്കഞ്ഞി വെക്കുമ്പോ ഇത് നല്ലതാ ഉപ്പേരിക്ക്. ഉപ്പേരി വെച്ച് വെള്ളക്കഞ്ഞി കുടിച്ച് ഞങ്ങൾ അന്ന് കാലത്തൊക്കെ വെള്ളക്കഞ്ഞി വെക്കും കുത്തരി കൊണ്ട്. എന്നിട്ട് എന്തെന്നാ പറയാ, ഈ പുലാലില്ലേ, പുലാവിൻ്റെ ഇല ഇത് എടുത്തിട്ട് ഞങ്ങള് ഇങ്ങനെ പ്ലാവിന്റെ ഇലയില്ലേ അത് സ്പൂണ് പോലെ ആക്കിയിട്ട് വെള്ളക്കഞ്ഞി കോരി കുടിക്കാൻ നല്ലൊരു സാധനമാണ്. സ്പൂണ് പോലെ ഉണ്ടാവും. അതാണ് കഴിഞ്ഞോ കോരി കുടിക്കുന്നത്. അതുകൊണ്ടിങ്ങനെ ഇതാണ് വേലിക്ക. കുരിശിക്കായ എന്നും പറയും, വേലിക്കായ എന്നും പറയും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ വിത്ത് കുരിശ് പോലുണ്ട്. ആ വിത്തെടുത്ത് കാണിച്ചെടുക്കാം. വിത്ത് അതിനുള്ളിലത്തെ വിത്തും പൊട്ടിക്ക്. എന്താ കണ്ടോ, ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ചെടുത്തിട്ട് വേണം ഇത്. അതുകൊണ്ടാണ് അന്യ ആൾക്കാർ ഇതിനെ കുരിശിക്കായ എന്ന് പറയുന്നത്. ഞങ്ങൾ വേലിയില ഇത് അധികം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ വേലിക്കായ എന്ന് പറയുന്നത്. ഇത് കുരിശ് പോലെ ഉണ്ട്. ഇതാ ഇതൊക്കെ കളഞ്ഞിട്ടാണ് ഞങ്ങള് അത് കറി വെക്കാൻ പറ്റുള്ളൂ. തൊലി എടുത്തിട്ട് പോക്കണം. വിത്ത് കളയും. ഇതിന്റെ വിത്ത് കളയും. വിത്ത് കളഞ്ഞിട്ടാണ് ഞങ്ങള്. ചെറുപയറൊക്കെ ഇട്ട് വെക്കാൻ നല്ലതാ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഞങ്ങൾക്ക് പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.